തിരുവനന്തപുരം വെമ്പായത്തെ അമ്യൂസ്മെന്റ് പാർക്കിന്റെ അപകട വാർത്തയിലേക്കാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് അക്ഷയ കൃഷ്ണാനന്ദ തത്സമയം ചേരുന്നുണ്ട്. അക്ഷയ, അവിടെ പരിക്കേറ്റ് പ്രവേശിപ്പിച്ചവരുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയാണ്? ആരൊക്കെയാണ് കൂട്ടത്തിലുള്ളത് പരിക്കേറ്റവരിൽ? വിനിഷ, നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ പരിക്കേറ്റ 5 പേരിൽ 4 പേരെയാണ് നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ 5 പേർ എന്നുള്ളതായിരുന്നു വിവരമുണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, 4 പേരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇവരുടെ ഒന്നും പരിക്കുകൾ വലിയ ഗുരുതരമുള്ള പരിക്കുകളല്ല എന്നുള്ളതാണ് നമുക്ക് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന വിവരം. അതായത് ഈ റൈഡിന്റെ വെൽഡിംഗ് പൊട്ടിയെന്നാണ് ഈ അപകടത്തിന്റെ നിഗമനം. ഈ പൊട്ടിയ സാഹചര്യത്തിൽ അതിലുണ്ടായിരുന്നത് 12 പേരായിരുന്നു. അതിൽ 5 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ 4 പേരെയാണ് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ഇവർ ആ വീണ സമയത്തുള്ള ചെറിയ എല്ലിന് പൊട്ടൽ, അതുപോലെ തന്നെ ചതവ് തുടങ്ങിയിട്ടുള്ള പരിക്കുകളാണ് ഉള്ളത് എന്നുള്ളതാണ് കൃത്യമായിട്ട് ഇപ്പോൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നൊരു വിവരം എന്ന് പറയുന്നത്. വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കുകളില്ല എന്നുള്ളതാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഒരാൾ കൂടി, അതായത് പരിക്കേറ്റ ഒരാൾ കൂടെ വെമ്പായം ഭാഗത്തുണ്ട്, അവിടെ വെഞ്ഞാറമൂട് ആശുപത്രിയിലുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അവരെ ചിലപ്പോൾ ഇങ്ങോട്ട് എത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. പക്ഷെ അവരുടെയും പരിക്ക് ഗുരുതരമല്ലാത്തതുകൊണ്ട് സംഭവ സ്ഥലത്ത്, ഈ അപകട സ്ഥലത്തേക്ക് RV സനൂപ് എത്തിച്ചേർന്നിട്ടുണ്ട്. സനൂപിലേക്ക് പോവുകയാണ് ഞാൻ. സനൂപ്, എന്താണ് അവിടെ സംഭവിച്ചത്? എന്താണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? വിനിഷ, ഒരു 12:15 കൂടിയാണ് ഈ അപകടം ഉണ്ടായതായിട്ടാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. എനിക്ക് പിന്നിലേക്ക് കാണുന്ന ഈ റൈഡാണ് മറിഞ്ഞു പോയത്. ഈ കാണുന്ന പോലെ, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഭാഗത്തായിട്ട് ഇത് സ്ഥാപിച്ചിരിക്കുകയായിരുന്നു. ഈ ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന സമയത്താണ് ഇതിൻ്റെ ഈ പറയുന്ന ഈ വെൽഡിംഗ് ഇതാ ഇവിടെ പൊട്ടി ഈ റൈഡ് ഒരു വശത്തേക്ക് മറിഞ്ഞു പോയതായിരുന്നു. എന്താ സംഭവിച്ചത് ആ സമയത്ത്? എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞങ്ങൾ നടന്ന സമയത്ത് നമ്മൾ ഉണ്ടായിരുന്നില്ല. ഇതേപോലെ ന്യൂസിൽ വന്നതിന് ശേഷമാണ് നമ്മൾ എത്തി. നമ്മളുടെ വീട് അടുത്ത് തന്നെയാണ്. പക്ഷേ ഇത് എന്തെങ്കിലും കേടുപാട് വരുമ്പോൾ തന്നെ അവരിത് മാറ്റേണ്ടതാണ്. പക്ഷേ അതിനെ തന്നെ അവർ വെൽഡ് ചെയ്ത് ഇങ്ങനെ മെയിൻ്റെനൻസ് ചെയ്താണ് വരുന്നത്. അതുകൊണ്ടാണ് ഇത് തീരെ സംഭവിക്കാൻ തന്നെ കാരണം. ഇതൊക്കെ ഇതിൻ്റെ അധികാരപ്പെട്ടവരൊക്കെ വന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു ഇത്. പക്ഷേ ഇത് ഭയങ്കര സംഭവമായിപ്പോയി. എങ്ങനെയെന്തോ ആൾക്കാർ എന്തോ ആക്സിഡൻറ്റ് മാത്രമേ വന്നുള്ളൂ. വലിയ ഗുരുതരമായിട്ടുള്ള ഇതൊന്നും ഇല്ല. നേരത്തെ ഇതേപോലെ ഒരു കൊച്ചിവിടെ കുളത്തിൽ വീണ് മരണപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഇവരുടെയൊക്കെ അനസ്ഥ കാരണം തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതിനൊക്കെ ആവശ്യം പോലെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ എങ്ങനെ സംഭവിച്ചു എന്നുള്ള അറിയാൻ വയ്യ. സ്ഥലവാസിയാണോ? ഞാൻ സ്ഥലവാസി. പേര്? എൻ്റെ പേര് സുജീന്ദ്രൻ. മുമ്പ് ഇവിടെ അപകടം ഉണ്ടായിട്ടുണ്ട്? ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എങ്ങനെയാണ്? ശരി, RV സനൂപാണ് തത്സമയം അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്നും, വെമ്പായത്തുള്ള അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.